അൽ ഇഹ്തിഫാലു ബിമീലാദിൽ ഹബീബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ടാടുക, അവിടുത്തെ ചരിത്രങ്ങൾ പറയുക, അവിടുത്തെ പ്രശംസകൾ പാടിപ്പുകഴ്ത്തുക, നബി തങ്ങളെ ഇകഴ്ത്താതിരിക്കുക. ഇത് ചെയ്യുന്നവർക്ക് മാത്രമേ യോജിച്ചു നിൽക്കാൻ കഴിയൂ. ഇപ്പോൾ എവിടെയും തർക്കമാണ്. സുബ്ഹാനല്ലാഹ്, വലിയ തർക്കം. സുന്നി ഐക്യം, ഐക്യം, ഐക്യം. സുന്നി ഐക്യം എന്ന് പറഞ്ഞപ്പോ എന്താണ് സുന്നി ഐക്യം എന്ന് മനസ്സിലാകാത്ത ചില സാധുക്കൾ ഇങ്ങോട്ട് നിങ്ങൾ നമ്മുടെ സംഘടനകൾക്ക് ഇങ്ങോട്ട് വരി, ഇവിടെ ഒഴിഞ്ഞെടുക്കേണ്ടിട്ട് 5-6 ആളെ സീറ്റ് തിരിച്ചു വരൂ പറയും. സുന്നി ഐക്യം എന്ന് പറയുന്നത് സംഘടനാ ലയനം അല്ല, സംഘടനാ ലയനം അല്ല. സംഘടന ഇവിടെ എത്രയുണ്ട്? ആ സംഘടനകൾ സംഘടനയായി നിലനിർത്തിക്കൊണ്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് എതിരായി വരുന്ന മുഴുവൻ കക്ഷികളെയും ഒറ്റക്കെട്ടായി നിയമവിധേയമായി നേരിടാൻ, പേനകൾ കൊണ്ട് നേരിടാൻ, പ്രസംഗം കൊണ്ട് നേരിടാൻ, സമ്മേളനങ്ങൾ കൊണ്ട് നേരിടാൻ ഐക്യപ്പെടുക. അതാണ് സുന്നി ഐക്യം എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം പോലും അറിയാണ്ട് ഇങ്ങോട്ട് വരും. ഞങ്ങൾ സംഘടന അങ്ങോട്ടും പോകണ്ട ഇങ്ങോട്ടും പോകണ്ട. നിങ്ങളുടെ കയ്യിൽ സംഘടന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുമായി നടക്കാം. ഞങ്ങളുടെ കയ്യിൽ സംഘടനയുണ്ട്. ആ സംഘടനയുടെ അടയാളമാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ നേതൃത്വത്തിൽ ഈ ജനലക്ഷങ്ങൾ ഇവിടെ തടിച്ചുകൂടിയത്. അപ്പോ സുന്നി ഐക്യം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിസ്സാരപ്പെടുത്തുന്ന ആളുകൾക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുക. അതിന് തയ്യാറുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതിനുവേണ്ടി ഏത് സ്റ്റേജിലേക്ക് ക്ഷണിച്ചാലും, സുന്നികൾ മാത്രം നടത്തുന്ന ഏത് സ്റ്റേജിലേക്കും ഏത് സദസ്സിലേക്കും എന്നെ ക്ഷണിച്ചാൽ ഇൻഷാ അല്ലാഹ് ഞാൻ പോകാൻ തയ്യാറാണ്. പക്ഷേ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുമായി ഐക്യപ്പെടാൻ ഒക്കുമോ എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ഒന്ന് ചിന്തിക്കുക.